ക്രൗൺ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, അത് ഒന്ന് മാറ്റി വേറെ ഒരെണ്ണം ചെയ്യാൻ സാധിക്കുമോ എന്ന് പലരും ചോദിക്കാറുണ്ട്. പലപ്പോഴും ചെയ്യുന്ന ക്രൗണിൻ്റെ കളർ ശരിയാവാത്തതുകൊണ്ട്, കുറഞ്ഞ ക്വാളിറ്റി ക്രൗൺ കൊണ്ട് നിറം മാറിയവർ, അതുപോലെ തന്നെ ചില ഭാഗങ്ങളൊക്കെ പൊട്ടിപ്പോയവർ, ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളാൽ വിഷമിക്കുന്ന അനേകം പേരുണ്ട്. അപ്പോൾ ക്രൗൺ മാറ്റിയിട്ട് നല്ല ക്രൗൺ ചെയ്യാൻ പറ്റുമോ എന്ന് പലരും ചോദിക്കാറുണ്ട്. പക്ഷേ പലപ്പോഴും ക്ലിനിക്കുകളിൽ ചെല്ലുമ്പോൾ ക്രൗൺ ഊരാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ചുറ്റിയ പോലത്തെ സാധനം വെച്ച് അടിച്ച് ഊരുകയൊക്കെയാണ് ചെയ്യുന്നത്. അങ്ങനെ അടിച്ച് ഊരിയാൽ അതിൻ്റെ അകത്തിരിക്കുന്ന കുറ്റി പൊട്ടിപ്പോകാനുള്ളൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഊരിയാൽ കുറ്റി പൊട്ടിപ്പോകും, അതുകൊണ്ട് അത് മാറ്റേണ്ട, അതുകൊണ്ട് എങ്ങനെയെങ്കിലുമൊക്കെ അങ്ങ് കൊണ്ടുവന്ന് നടക്കുമെന്ന് പറയുന്ന ഡോക്ടർമാരും ഉണ്ട്. അതേസമയം ഇതിനെ കൃത്യമായിട്ട് ഊരാനുള്ള മെഷീനറിയൊക്കെ ഉപയോഗിച്ച് കൃത്യമായിട്ട് അതിനെ ഊരിക്കൊണ്ട് പുതിയ ക്രൗൺ വയ്ക്കാനുള്ള സൗകര്യങ്ങളും ഉണ്ട്. അപ്പോൾ പുതിയ ക്രൗൺ ചെയ്യണമെങ്കിൽ പഴയ ക്രൗണിനെ പൂർണ്ണമായിട്ടും അതിനെ ചെറുതായിട്ട് ഗ്രൈൻഡ് ചെയ്ത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്ത് മാറ്റിയാൽ മാത്രമാണ് കുറ്റിയെ നമുക്ക് സേവ് ചെയ്യാം. എന്ന് പറഞ്ഞാൽ അകത്തിരിക്കുന്ന പല്ലുണ്ടല്ലോ, ആ പല്ലിനെ കൃത്യമായിട്ട് സേവ് ചെയ്താൽ മാത്രമാണ് നമുക്കതിൻ്റെ പുറത്ത് ഭംഗിയായിട്ട് ഈട് നിൽക്കുന്നതുമായിട്ടുള്ള ക്രൗണിനെ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ക്രൗൺ ആദ്യത്തെ പ്രിപ്പറേഷൻ വളരെ മോശമാണെങ്കിൽ തന്നെ അതിനകത്ത് ഒട്ടും തന്നെ ബലം കൊടുക്കാതെ ഇത് ഊരേണ്ടി വരും. അഥവാ ക്രൗണിനും ഇപ്പോൾ ഇരിക്കുന്ന ക്രൗണിന് ഊരണം. ആ ക്രൗണിനെ ഊരാനുള്ള സാങ്കേതിക വിദ്യ ഉണ്ടാവണം. ഊരിക്കഴിഞ്ഞതിന് ശേഷം കൃത്യമായ രീതിയിൽ നിങ്ങൾക്ക് ആഗ്രഹപ്രകാരം അതിനെ ട്രയലൊക്കെ നടത്തി പല്ല് ശരിയായിട്ടുള്ള ക്രൗൺ ആണോ ഇരിക്കുന്നതെന്ന് നോക്കി വേണം ക്രൗൺ ചെയ്യാൻ. അതിനേക്കാളൊക്കെ ഏറ്റവും ഉപരി ഞാൻ പറയാനുള്ള കാര്യം, ക്രൗൺ ചെയ്യുമ്പോൾ ഏറ്റവും ചിലവ് കുറവുള്ളതാണെന്ന് നാട്ടിലെല്ലാം വിളിച്ച് ചോദിച്ചിട്ട് ചെയ്യരുത്. ഏറ്റവും നല്ല ക്രൗൺ എവിടെയാണെന്ന് നോക്കി ചില ചിലവ് മുടക്കി ക്രൗൺ ഇരിക്കും. കാരണം ഒരു 10 കൊല്ലം 15 കൊല്ലമെങ്കിലും മിനിമം ഒരു ക്രൗൺ ഇരിക്കുന്ന സാധനമാണ്. അതുകൊണ്ട് നിങ്ങളൊരു കാറ് മേടിക്കാൻ പോകുമ്പോൾ എത്ര കാറ് കയറി കണ്ടതിന് ശേഷമാണ് നല്ലൊരു കാറ് മേടിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ബജറ്റിന് അനുയോജ്യമായ ഏറ്റവും കാണാൻ ഭംഗിയുള്ള വായിക്കാത്തിരി 10 കൊല്ലം ഇരിക്കാനുള്ളതാണെന്ന് ഓർത്ത്, അല്ലാതെ നമ്മളൊരു ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കുന്ന പോലെ അല്ല. കാരണം ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ചാൽ ഇന്ന് കഴിച്ചു, ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കുഴപ്പമില്ല, നാളെ രാവിലെ ആകുമ്പോഴത്തേക്കും നമ്മളുടെ ആ ഇഷ്ടക്കേടും മാറി ഇനി ആ ഹോട്ടലിൽ പോയിരുന്നാൽ പോരെ. ഇതങ്ങനെയല്ല, കൃത്യമായിട്ട് 10 കൊല്ലത്തോളം ഇരിക്കാനുള്ളതാണെന്ന് ഓർത്തുകൊണ്ട് നല്ല ക്രൗൺ തന്നെ ചെയ്യാൻ ശ്രമിക്കുക. ഇനിയിപ്പോൾ അഥവാ നിങ്ങൾ അങ്ങനത്തെ ഒരു മോശം ക്രൗണാണ് ഇരിക്കുന്നത്, അല്ലെങ്കിൽ ഫണ്ട് ഇട്ട ക്രൗണാണ് അവിടെ ഇരിക്കുന്നത്, അയ്യോ ഇത് മാറ്റാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അതിനെ കൃത്യമായിട്ട് മാറ്റാൻ സാധിക്കും. നല്ലൊരു പല്ല് ഡോക്ടറെ കാണിച്ച് നമുക്കതിനെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ഊരി, വലിയ ഇടിയൊന്നും കൊടുക്കാതെ തന്നെ ആ ക്രൗണ് ഊരിയിട്ട് നമുക്ക് നല്ല ക്രൗൺ ഫിറ്റ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് അങ്ങനെയൊന്നും പേടിക്കേണ്ട. ഒരിക്കൽ ഒരു വെച്ച് പോയി അല്ലെങ്കിൽ കളർ മാറിപ്പോയി അത് ഇഷ്ടമല്ല, അതുകൊണ്ട് അതെങ്ങനെയും അങ്ങ് കൊണ്ടുവന്ന് നടക്കുക എന്നല്ല. നമ്മുടെ മുഖത്ത് ഏറ്റവും ഭംഗിയായിട്ടിരിക്കേണ്ട ഒരു സാധനമാണ് പല്ല്. അതുകൊണ്ട് പല്ല് ഭംഗിയായിരിക്കാനും ചവയ്ക്കാനും പറ്റുന്ന പല്ലുകളെ ഉണ്ടാക്കിയെടുക്കുക, അല്ലെങ്കിൽ അതിനെ ഭംഗിയായിട്ട് നിലനിർത്തുക എന്നുള്ളതാണ് ഓരോ പല്ല് ഡോക്ടറിൻ്റെയും ചുമതല. അതുകൊണ്ട് നിങ്ങൾക്കൊന്നും മുതൽ തീരുമാനിക്കുക, ആ പഴയ സാധനങ്ങളൊക്കെ ഊരിക്കളയുക. സ്റ്റീലിൻ്റെ ക്രൗണൊക്കെ ഉണ്ട്, ഊരിക്കളയുക. നല്ല പല്ലിൻ്റെ നിറത്തിലുള്ള, ആരും കണ്ടാൽ അറിയില്ലാത്ത പോലെ ക്രൗൺ ഫിറ്റ് ചെയ്യുക. ഞാൻ പല്ല് ഡോക്ടർ ഫോളോ ചെയ്യാൻ മറക്കരുത്.